ഹായ് ഹലോ നമസ്കാരം. +2 പഠിത്തം കഴിഞ്ഞിട്ട് ഇനി എന്തെന്നുള്ള കൺഫ്യൂഷനിലിരിക്കുന്ന സ്റ്റുഡൻസിനും രക്ഷിതാക്കൾക്കും ആണ് ഇന്നത്തെ ഒരു ഡിസ്കഷൻ ഉള്ളത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് യെലോറിയ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബിന്റെ ചെയർമാൻ അഷ്റഫ് ആജോത്താണ്. സർ നമസ്കാരം. നമസ്കാരം. സാറ് ഒരു 30 വർഷത്തോളം ആയി ഇല്ലേ ഈ ഫീൽഡിൽ? അതെ അതെ, എഡ്യൂക്കേഷൻ ഫീൽഡ് തന്നെയാണ്. അപ്പോൾ പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്യാണ് അല്ലെ, GG. അതെ. എന്താണ് ഈ GG? GG കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വേർഡ് പറയുന്നത് ജോർജിയ, ജർമ്മനി എന്നുള്ളത്. അപ്പൊ ജോർജിയയിൽ പഠിച്ചിട്ട് ജർമ്മനിയിൽ ജോലി കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്. സാധാരണഗതിയിൽ നമ്മള് വിദേശ പഠനം എന്ന് പറയുമ്പോൾ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം പോവാനായിട്ട് അല്ലെ. അത് മാത്രമല്ല ഒരുപാട് പൈസകൾ ചെലവാക്കാതെ, പൈസ കുറെ പോവാതെ ചെലവ് കുറഞ്ഞ കോഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ് ഒരു ആസ് എ പാരന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് എന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ ഇന്ത്യ വിട്ട് പോണത്, നല്ലൊരു വെൽ സെറ്റിൽഡ് ആവാൻ വേണ്ടിയിട്ട്, നല്ലൊരു ജോലി, നല്ല ശമ്പളമുള്ള ജോലി. അപ്പോൾ ഇതൊക്കെ ഈ ഒരു GG സംഭവത്തിന് കിട്ടുമോ? ശരിക്കും കിട്ടും. ഇതില് യൂറോപ്പില് ജോലി ചെയ്യാന്നുള്ളത്, നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാന്നുള്ളത് നമ്മുടെ കേരളത്തിലെ യുവാക്കളുടെ ഒരു സ്വപ്നമാണ്. ഇനി ജർമ്മനിയിലാണെങ്കിൽ അവിടെ ഒരുപാട് എംപ്ലോയീസിന്റെ ആവശ്യമുണ്ട് അല്ലെ. അവിടെ പിന്നെ യങ് പോപ്പുലേഷൻ കുറവാണ്. അപ്പൊ അവർ നോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ നിന്ന് നല്ല കഴിവുള്ള യുവാക്കൾ അവിടെ കിട്ടുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ശമ്പളത്തിനെ അപേക്ഷിച്ചിട്ട് ഒരു 10 ഇരട്ടി ശമ്പളവും കിട്ടുന്നു. അവർക്ക് അവിടെ പിന്നെ യൂറോപ്യൻസിന് കൊടുക്കേണ്ട ശമ്പളത്തിൽ നോക്കുമ്പോൾ അതിനേക്കാൾ കുറവ് ശമ്പളം കൊടുക്കേണ്ട അവസ്ഥയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ GG തോന്നുന്ന സംഭവം എത്ര കാലത്തേക്കാണ്? ഇത് 4 വർഷത്തെ കോഴ്സാണ്, സാധാരണ എല്ലാ ഗ്രാജുവേഷൻ കോഴ്സ് പോലെ തന്നെ. അപ്പൊ ഇതിന്റെ പ്രമൈസസ് ഞാൻ പറയാം. ഇപ്പൊ ജർമ്മനിയിൽ ഒരുപാട് ജോലിക്കാരുടെ ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഏതൊക്കെ ജോലികൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതിനെ പറ്റി ഞങ്ങൾ 1-2 വർഷമായിട്ട് റിസർച്ച് നടത്തിയിട്ട് അത്തരം ജോലികൾക്ക് വേണ്ടി എങ്ങനെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ആ യൂറോപ്യൻ അറ്റ്മോസ്ഫിയറിൽ തന്നെ പഠനവും വേണം, നല്ല വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റി തന്നെ വേണം, ക്വാളിറ്റി പഠനം കിട്ടണം, അതോടുകൂടി ചെലവും കുറയണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങൾ ജോർജിയ എന്ന ഒരു പ്രദേശം നമ്മൾ കൺട്രി ചൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള 2 യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു. എന്നിട്ട് അവിടെ എഞ്ചിനീയറിങ്ങും അതേപോലെ നഴ്സിംഗും IT ഇങ്ങനെയുള്ള മേഖലകളിലുള്ള കോഴ്സ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയായിട്ട് സംസാരിച്ചിട്ട് അവിടെ ചെയ്തതാണ്. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ 4 വർഷം പഠിക്കുമ്പോൾ ഈ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നഴ്സിംഗ് ആണ്, എല്ലാം 4 വർഷത്തെ കോഴ്സാണ്. പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ടൈപ്പുള്ള കമ്പനീസ് അവിടെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കും സ്റ്റുഡൻസിനെ. എന്നിട്ട് ഏത് സ്റ്റുഡൻ്റ് ആണോ സക്സസ്ഫുള്ളി പാസ്സായി വരുന്നത് ആ സ്റ്റുഡൻറ്റിന് ജോലി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇത് ഈ GG പ്രോഗ്രാമിന്റെ ലക്ഷ്യവും. അതിനു വേണ്ടിയാണ് ഞങ്ങൾ പിന്നെ ഈ പ്രോഗ്രാം ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ടൈപ്പുള്ള കമ്പനീസ് പറയുമ്പോൾ അത് ജർമ്മനിയിലെ കമ്പനീസ്. അവരിവിടെ വന്നിട്ട് കുട്ടികളെ അവരെപ്പോഴും ഇന്റർവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും സ്റ്റുഡൻസിന്. എന്നിട്ട് അവർക്ക് ഓരോ സമയത്തും സെലക്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. അത്രയും ആവശ്യമുണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ജർമ്മനിയിൽ 4 മുതൽ 5 ലക്ഷം വരെ നേഴ്സുമാർ ആവശ്യമുണ്ടെന്നുള്ളതാണ്. അതെ. അപ്പൊ അവര് ഇപ്പൊ എനിക്ക് പിന്നെ ജർമ്മൻ ലാംഗ്വേജ് B2 ഉള്ള നേഴ്സസ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോലി കൊടുക്കാൻ പറ്റും. അല്ല, സാധാരണ എല്ലാ കുട്ടികളും കുറച്ചൊന്ന് പുറകോട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമല്ലോ എന്നുള്ള ഒരു വിഷമത്തിലും അതിനുവേണ്ടി കുറച്ച് സമയം മെനക്കെടുത്തണമല്ലോ എന്നൊക്കെയാണ്. ഈ ഒരു GG അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ജർമ്മൻ പഠനം മസ്റ്റ് അല്ലേ? ജർമ്മൻ പഠനം മസ്റ്റാണ്. പക്ഷെ അത് ചോദിച്ചത് എന്തായാലും നന്നായി. അപ്പൊ ഈ കോഴ്സിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു പെയിൻ പോയിന്റ് ആണിത്. ഇപ്പൊ ഇവിടുന്ന് ജർമ്മനിയിലേക്ക് ജോലിക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നവർക്ക് B2 ലെവൽ ലാംഗ്വേജ് വേണമല്ലോ. അത് പഠിക്കാൻ വേണ്ടി 1 വർഷത്തെ കോഴ്സിന് അവർ പോകണം. അത് കഴിഞ്ഞ് ടെസ്റ്റുകൾ കിട്ടണം. ടെസ്റ്റ് കിട്ടിയാൽ തന്നെ അത് പാസ് ആവുമോ എന്നുള്ള ഉറപ്പില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ഞങ്ങളുടെ GG കോഴ്സ് ആകുമ്പോൾ ജോർജിയയിൽ അവരുടേതായ ഗ്രാജുവേഷൻ നടത്തുമ്പോൾ തന്നെ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് അതിൽ ഇന്റഗ്രേറ്റ് ആയിട്ട് പഠിപ്പിക്കാനുള്ള ഒരു സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് 3 വർഷമാണ് കോച്ചിങ് കിട്ടുന്നത്. നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടുന്ന് ഒരാള് ഒരു +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അതിനുശേഷം ജർമ്മൻ ലാംഗ്വേജ് 10 മാസത്തെ കോഴ്സ് പഠിക്കുന്ന ഒരാളും അല്ലെങ്കിൽ ഈ ജർമ്മൻ ലാംഗ്വേജിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയറിൽ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം അത് ഭയങ്കര വ്യത്യാസമാണ്. എനിക്ക് തോന്നുന്നത് GG പഠിത്തത്തോടുകൂടി അവർ ജർമ്മൻ പണ്ഡിതന്മാരായി
ജർമ്മനിയിൽ ഭാഷയിൽ വേണമെങ്കിൽ പുസ്തകം വരെ എഴുതാനുള്ള എക്സ്പെർട്ട് ആയി. അങ്ങനെയും പറയാം. കാരണം ഞാൻ പലരുമായിട്ട് സംസാരിച്ചു, ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന മലയാളികളായിട്ടുള്ള യുവാക്കളോട് പലരോടും സംസാരിച്ചു. അപ്പൊ അവരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ജോലി കിട്ടി അവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലോട്ട് വല്ല പ്രൊമോഷനും വേണമെങ്കിൽ അവർക്ക് സാധ്യമല്ല. കാരണം അവർ ഇന്റർവ്യൂവിൽ ജർമ്മൻ ലാംഗ്വേജിൽ അവർ തൽക്കാലം B2 പഠിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചാടിക്കടന്നു പോയ ആൾക്കാരാണല്ലോ. പക്ഷെ ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെ ആവില്ല. കാരണം അവർ 3 വർഷം പഠിച്ചു, 4ാമത്തെ വർഷം അവർ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തു. നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷും മലയാളം എങ്ങനെയാണ് പറയുന്നത് അതേപോലെ ജർമ്മൻ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ ജോലിയിലെത്തിയാൽ തന്നെ എത്ര ഉയർച്ചയിലെത്താൻ പറ്റും. തീർച്ചയായിട്ടും. പിന്നെ മാത്രമല്ല മറ്റത് ഇന്ത്യയിൽ നിന്ന് പഠിച്ചിട്ട് പോകുന്നതാണ്, ഇത് അവിടെ തന്നെ പോയിട്ട് ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. നമുക്ക് എങ്ങനെയാണ് ക്രൈറ്റീരിയ? നമുക്ക് GTക്ക് പോകണമെങ്കിൽ എനിക്കൊക്കെ പോകാൻ പറ്റുമോ? ഇത് +2 പാസ് ആവണം എന്നുള്ളതാണ് ഒന്നാമത്തത്. അത് ഏത് സ്ട്രീം ആയാലും കുഴപ്പമില്ല. സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഏതായാലും കുഴപ്പമില്ല. വൊക്കേഷൻ ആയാലും അല്ലെങ്കിൽ CBSE ആയാലും കേരള ബോർഡ് ആയാലും എന്തിനായാലും +2 പാസ് ആണ്. പിന്നെ പാസ്പോർട്ട് വേണം. വേറെ കാര്യമായ ഒന്നുമില്ല. പിന്നെ അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ആദ്യം യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂ പാസ് ആണ്. അത്ര ടഫ് ഒന്നുമല്ല. അതിനുള്ള കോച്ചിങ് യെലോറിയ കൊടുക്കുന്നതായിരിക്കും. അല്ല, പ്രൊവൈഡഡ് നമ്മൾ നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും സയൻസ് +2 സയൻസ് വേണ്ട, ആവശ്യമില്ല. ആവശ്യമില്ല. ഏത് +2 പഠിച്ചു കഴിഞ്ഞാലും അവർക്ക് നഴ്സിംഗ് പഠിക്കാൻ പറ്റും. കാരണം അവരുടെ 4 വർഷത്തിൽ 1ാമത്തെ വർഷം ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട്. അതെന്തായാലും കൊള്ളാട്ടോ, നല്ലൊരു പാക്കേജ് ആണ്. അപ്പൊ ഈ ജോർജിയ ജർമ്മനിയുടെ ഒരു എക്സ്പെൻസ് എങ്ങനെയാണ് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ? ഈ ജോർജിയയിൽ പഠിക്കുമ്പോൾ എക്സ്പെൻസ് അധികം എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം നമുക്കൊരു 3 ലക്ഷം അറൗണ്ട് ഫീസായിട്ട് വരും. പിന്നെ അവിടെ താമസിക്കുമ്പോഴുള്ള ചെലവ്, ഭക്ഷണത്തിനും അല്ല താമസത്തിനുമായിട്ടുള്ള ചെലവ് ഒരു 25,000 മുതൽ 30,000 വരെ മാസത്തിൽ വരും. അപ്പൊ നമ്മുടെ നാട്ടിലൊരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ചെലവൊക്കെ തന്നെ അതേ ചെലവ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെയുള്ള പ്രത്യേകത അവർക്ക് പാർട്ട് ടൈം ജോബ് ഉണ്ടാവും. അവിടെ ഇപ്പൊ ജോർജിയയിൽ പഠിക്കുന്ന മെഡിസിൻ പഠിക്കുമ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പഠിക്കാൻ തന്നെ ഫുൾ ടൈം പഠിക്കാനുണ്ടാവും. അപ്പൊ അല്ലാത്ത ഞങ്ങളുടെ GG കോഴ്സിൽ പോകുന്ന എല്ലാ കുട്ടികളും പാർട്ട് ടൈം ജോബ് അവിടെ ചെയ്യുന്നുണ്ട്. അവർക്കിപ്പോ പിന്നെ ഒരാഴ്ചയിൽ 20 മണിക്കൂർ വരെ ലീഗലി അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. അതിൽ $10 വരെ ഒരു മണിക്കൂർ അവർക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഒരു 50,000 60,000 രൂപ ഇന്ത്യൻ രൂപ ഒരു മാസം അവര് ഈ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടുണ്ടാക്കുന്നുണ്ട്. അവരുടെ എക്സ്പെൻസ് ആണെങ്കിൽ ഒരു 25,000 മുതൽ 30,000 വരെ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അതെ. ഇതെല്ലാം കേട്ടപ്പോഴേ എനിക്കൊരു കൗതുകം കൊണ്ടേ, നമ്മളെല്ലായിടത്തും നമ്മളൊരു കള്ളത്തരം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജോർജിയയിൽ നമ്മളിപ്പോ പഠിച്ചു, ഓക്കെ, ജർമ്മനിയിൽ വരാതെ അവർ ജോർജിയയെ തന്നെ അങ്ങ് കൂടി അവർക്ക് ഈ സ്റ്റുഡന്റ് വിസ വർക്ക് വിസയിലോട്ട് മാറാൻ പറ്റുമോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ജോർജിയയിലെ തൊഴിലവസരങ്ങൾ വളരെ കുറവാണ്. അതെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ജർമ്മൻ കമ്പനിയായിട്ടുള്ള ടൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഈ ജോർജിയയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുട്ടി സ്റ്റുഡന്റ് വിസയിലാണ്. അത് കഴിഞ്ഞ് നിങ്ങള് ജർമ്മനിയിലോട്ട് മാറുമ്പോ ഇവിടുന്ന് നമ്മളെ വർക്ക് വിസയിലോട്ട് ജർമ്മനിയിലെ എംപ്ലോയർ അവർക്ക് വർക്ക് വിസ കൊടുക്കുന്നതായിട്ട്. ഓക്കെ. അങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ സർ, ഈ ജോർജിയയിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് ഈ കോഴ്സുകൾ ഉള്ളത്? ജോർജിയയില് ശരിക്കും പറഞ്ഞാൽ ഒരു 30ഓളം യൂണിവേഴ്സിറ്റികളുണ്ട്. ചെറിയ രാജ്യമാണെങ്കിലും അത്രയധികം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എല്ലാം മിക്കവാറും നല്ല യൂണിവേഴ്സിറ്റീസ് ആണ്, ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള 2 യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ വളരെ ആവശ്യത്തോടു കൂടി കാണുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ കോക്കസസ് യൂണിവേഴ്സിറ്റി. ഈ 2 യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങളുടെ കോഴ്സ് ഉള്ളത്. എന്തായാലും അത് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് ജോർജിയ. പിന്നെ ജോർജിയയെ പറ്റി അവിടെയുള്ള ആര് കാണുമ്പോഴും നമ്മളോട് ആദ്യം പറയാ ദിസ് ഈസ് ദ ക്രോസ് റോഡ് ഓഫ് സിവിലൈസേഷൻസ്. അവർക്ക് ഭയങ്കര സന്തോഷമാണ് പറയാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ അവരോട് നിങ്ങൾ ഏഷ്യയിലാണെന്ന് വെച്ചാൽ ഏഷ്യയിലാണെന്ന് പറയും, നിങ്ങൾ യൂറോപ്പിലാണെന്ന് ചോദിച്ചാൽ യൂറോപ്പിൽ. അപ്പൊ യൂറോപ്യൻ കൾച്ചറുള്ള ഒരു ഏഷ്യൻ കൺട്രി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയുള്ള ആളുകൾ നമ്മളോടുള്ള ഒരു സമീപനം എന്താണ്? വളരെ സ്നേഹത്തോടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവിടെ കുറച്ച് പ്രായമുള്ള ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മുടെ അമിതാഭ് ബച്ചനെയും അതേപോലെ പഴയ നടന്മാരെ പറ്റിയും ഒക്കെ ചോദിക്കും. ഷാരൂഖ് ഖാനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞല്ലോ കൾച്ചർ രണ്ടാണെന്നുള്ളത്. അപ്പുറത്ത് ഏഷ്യ ആണെങ്കിലും യൂറോപ്പ് കൾച്ചർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് ഈ സൗത്ത് ഏഷ്യ എന്നൊക്കെ വരുമ്പോ ചിലപ്പം ഒരു
ചില ഒരു ബിഹേവിയർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതാ ചോദിച്ചത് അവരുടെ. ജോർജിയയിൽ എനിക്ക് ഫീൽ ചെയ്തത് ഇന്ത്യക്കാരോട് ഭയങ്കര ഇഷ്ടമുള്ള അതുപോലെ ബഹുമാനമുള്ള ആളുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഈ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്സിലും എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. അതെ, ഉസ്ബെക്കിസ്ഥാൻ ആയാലും എവിടെയായാലും നമ്മൾ പോകുമ്പോൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് വളരെ ബഹുമാനത്തോടു കൂടിയും ആണ് നമ്മളോട് സംസാരിക്കുന്നത്. എന്തായാലും ഈ ജോർജിയ ജർമ്മനി സംഭവം ജിജി എന്തായാലും അടിപൊളിയാണ്. പക്ഷേ ജർമ്മനിയിൽ ജോലി കിട്ടാൻ നമ്മൾ എന്തിനാ ജോർജിയയിൽ പോയി പഠിക്കുന്നത്? നേരെ ജർമ്മനിയിൽ പഠിച്ചാൽ പോരെ? അത് നല്ല ക്വസ്റ്റ്യനാ. ജർമ്മനിയിൽ തന്നെ പഠിച്ചാലും മതി. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് നേരത്തെ ഈ എക്സ്പെൻസ് ഒക്കെ ചോദിച്ചില്ലേ, അപ്പൊ അവിടെ ജോർജിയയിൽ ജീവിക്കാൻ വേണ്ടി മാക്സിമം 30,000 രൂപ ഫുഡിനും അതേപോലെ അക്കോമഡേഷനും കൂടി വരണം അല്ലെ. ജർമ്മനിയിലാണെങ്കിൽ അത് 1 ലക്ഷത്തിന്റെ മേലെ പോകും ഒരു മാസത്തെ എക്സ്പെൻസ്. പിന്നെ അതേപോലെ പിന്നെ കോഴ്സ് ഫീ ആണെങ്കിൽ ജോർജിയയിൽ വരുന്നത് ഒരു 3 ലക്ഷത്തോളാണ്, 3-3.5 ലക്ഷമാണ് ഒരു വർഷത്തേക്ക് കോഴ്സ് ഫീ വരുന്നത്. മറ്റേ ജർമ്മനിയിലാണെങ്കിൽ ഒരു 10 ലക്ഷം കോഴ്സ് ഫീ ആയിട്ട് വരും. ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് പിന്നെ നമുക്കൊരു മൊത്തം ഒരു 20-25 ലക്ഷത്തിന് പഠിക്കണോ അല്ലെങ്കിൽ പിന്നെ 1 കോടിക്ക് പഠിക്കണോ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരുപാട് പരസ്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ജർമ്മനിയിൽ ഫീസ് ഇല്ലാതെ പഠിക്കാം. അപ്പൊ അത് ശരിക്കും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ? അല്ലല്ല, ജർമ്മനിയിൽ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന വകുപ്പുണ്ട്. അതെ, PGക്ക് നമുക്ക് അവിടെ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാം. പക്ഷെ അപ്പോഴും എക്സ്പെൻസ് ഉണ്ടാവും. നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് പഠിക്കുന്ന സമയത്തും ലിവിങ് എക്സ്പെൻസ് എന്തായാലും മിനിമം ഒരു 1 ലക്ഷം രൂപ ഒരു മാസം നമ്മൾ ഇന്ത്യൻ രൂപ ചെലവാക്കേണ്ടി വരും അവിടെ. പക്ഷെ കോഴ്സ് ഫ്രീ ആയിരിക്കും. പക്ഷെ ഈ +2 കഴിഞ്ഞ ആളുകൾക്ക് അങ്ങനെയുള്ള വഴിയില്ല. അവർക്ക് ഓസ്ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് സ്റ്റൈപ്പൻഡോട് കൂടി പഠിക്കാനുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അവിടെ പോകണമെങ്കിൽ അവർക്ക് B2 ലെവൽ ലാംഗ്വേജ് വേണം. അതുമാത്രമല്ല, ഇപ്പൊ ഈ അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ജർമ്മൻ ഗവൺമെന്റ് ഓസ്ബിൽഡിങ്ങിന് അവർക്ക് ആവശ്യമുള്ള ആളുകൾ കിട്ടിയോ എന്നറിയില്ല, അവര് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഹോസ്പിറ്റൽ പരിപാടിയിൽ അത്ര പ്രാധാന്യം കൊടുക്കാത്ത പോലെ തോന്നുന്നു. കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുമ്പ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ചെയ്യുന്നവർക്ക് ഉള്ള സ്റ്റൈപ്പൻഡ് ഒക്കെ നന്നായി കുറച്ചിട്ടുണ്ട്. അതായത് പല മേഖലകളിലും അവർ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ടാണ് കാണുന്നത്. ഇപ്പോ വേറൊരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ആധി എന്ന് പറയുന്നത്, എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ സ്വദേശിവൽക്കരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ കുട്ടികളിൽ അത് കൂടുതലായിട്ട് അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തോന്നുന്നത്. ഉറപ്പായും എല്ലാ രാജ്യങ്ങളും അവർക്ക് വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത്. ഇപ്പോ ജർമ്മനി സ്വദേശിവൽക്കരണം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഇൻഡസ്ട്രി റണ്ണാവില്ല, അവരുടെ കമ്പനികൾ റണ്ണാവില്ല. കാരണം അതിനു വേണ്ടിയുള്ള സ്വദേശികൾ അവിടെ ഇല്ല, യൂത്ത് ഇല്ല. അവിടെയൊക്കെ ഏജ്ഡ് പോപ്പുലേഷനാണ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് വേറെ വഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ അതിന് ഉള്ളതാണ്. അവരുടെ ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ഉള്ള നഴ്സ്, ഇപ്പോൾ വരുന്ന കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിലുള്ള നഴ്സുമാരെ നികത്തണമെങ്കിൽ അവർക്കൊരു 4-5 ലക്ഷം നഴ്സുമാരെ വേണം. അപ്പൊ അതെന്തായാലും അവിടെ കിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിനുള്ള വഴി അവർക്കില്ലാത്തതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. അല്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്കിപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. പക്ഷെ പെട്ടെന്ന് ഒരു പാരന്റ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വരികയാണ്, സാർ എന്താണ് ഈ ജോർജിയ ജർമ്മനി ഈ പാക്കേജിനെ കുറിച്ച് അവരോട് പറയാൻ പോവാ? അതിൽ നമുക്കിപ്പോ ഒരു പേരന്റിന്റെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ, ഒരു കുട്ടി തന്റെ കുട്ടിയെ പറഞ്ഞേക്കുമ്പോൾ, ഒരു വിദേശത്ത് പറഞ്ഞേക്കുമ്പോൾ അത് ഏറ്റവും നല്ല കോഴ്സ് ആയിരിക്കണം, ഏറ്റവും ചെലവ് കുറഞ്ഞ് ലഭിക്കണം അല്ലെ. അത് ഇതിൽ ഉറപ്പാക്കുന്നുണ്ട്. പിന്നെ ആ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി കിട്ടണം. അതും ജോലി കിട്ടുന്നത് പിന്നെ യൂറോപ്യൻ കൺട്രിയിലാണ്. യൂറോപ്യൻ അക്രഡിറ്റഡ് ഡിഗ്രിയാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. അതിനുശേഷം നേരെ ഒട്ടും താമസമില്ലാതെ 4 വർഷത്തിന് ശേഷം പോകുന്നത് കമ്പനിയിലേക്കാണ്, എംപ്ലോയി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ജോലി ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നല്ല ശമ്പളം വേണം. അതെ, ഒരു 3.5-4 ലക്ഷം രൂപ സ്റ്റാർട്ടിംഗ് സാലറി ഇന്നത്തെ കണക്കിന് കിട്ടുന്നുണ്ട്. അപ്പോൾ 4 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് സാലറിയിൽ കുറച്ചും കൂടി ഉയരെ പോകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ കാര്യവും ഓക്കെയാണ്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു എത്ര പേർക്കൊക്കെ ഇതിപ്പം അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഈ ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ. ഈ +2 ആണ് ഇതിൻ്റെ ഒരു ബേസ് ആയിട്ട് കാണുന്നത്. ഇപ്പൊ ഫ്രഷ് ആയിട്ട് ഉള്ള +2 കുട്ടികളല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ എന്നാൽ നമുക്കൊന്ന് പോയി പഠിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താ പറയണ്ടത്? അപ്പൊ അവരുടെ ഒരു ഏജ് ലിമിറ്റ് എത്രയാണ്? +2 പാസ് ആവണം, കുറഞ്ഞത് 45% മാർക്ക് വേണം എന്നുള്ളത് ഒരു കണ്ടീഷനാണ് അല്ലെ. അതിനുശേഷം 30 വയസ്സ് വരെ അവർ അംഗീകരിക്കുന്നുണ്ട്. 30 വയസ്സ് വരെ ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏജ് ഗ്യാപ്പ് എങ്ങനെ വന്നു, ആ സമയത്ത് എന്താണ് പഠിച്ചത്, എന്താണ് ജോലി ചെയ്തത്, അത് പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം അവിടെ സബ്മിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ.
പിന്നെ ഇന്റർവ്യൂ പാസ് ആവണം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ മാത്രമല്ല ഈ ഒരു പാരന്റിനോട് ഇപ്പം കുട്ടി പുറത്തു പോയി പഠിക്കുമ്പോൾ ഒരുപാട് ആധി ഉണ്ടാവും ഇവിടെ ഇരിക്കുന്ന നമുക്ക്, അപ്പൊ അവരോടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെയാ കൊടുക്കുന്നത്? ഈ കുട്ടികളെക്കാളും ഏറ്റവും കൂടുതലായിട്ട് പേരന്റ് തന്നെയാണ് അവരുടെ ഫുഡിനെ പറ്റിയും, കുട്ടി ഏത് ഫുഡാ കിട്ടുക എന്നുള്ളതിനെ പറ്റി വലിയ ഇതൊന്നുമില്ല. അവർക്ക് ഇന്റർനാഷണൽ എക്സ്പോഷർ ഏത് ഫുഡ് കിട്ടിയാലും ഇപ്പൊ ഓക്കെയാണ്. പക്ഷെ പേരന്റ് ചോദിക്കും മലയാളി ഫുഡ് കിട്ടുമോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് കിട്ടുമോ, ഈ കാര്യങ്ങളൊക്കെ. ശരിക്കും ഞങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെയാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ ഫുഡും അവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ 24 hours എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിക്കാനുള്ള ഒരു ഹോട്ട്ലൈൻ നമ്പറും ഞങ്ങളുടെ ഓഫീസുണ്ട് അവിടെ ജോർജിയയിൽ, ടിബിലിസിയിൽ ഞങ്ങളുടെ ഓഫീസുണ്ട്. ആ ഓഫീസിൽ ഉള്ള അതിനു വേണ്ടി മാത്രം ഈ കാര്യങ്ങൾ, ജിജിയുടെ കാര്യങ്ങൾ മാത്രം, അവരുടെ പ്രശ്നങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം ഒരാളുണ്ട്. അപ്പൊ എപ്പോഴും അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. പേരൻസിന് വേണ്ടി വിളിക്കാം, കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ വിളിക്കാം, ഏത് മിഡ് നൈറ്റിലും വിളിക്കാം. അപ്പൊ തന്നെ ഓടിയെത്തി ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ആളവിടെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇത് ചേരണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയോട് ഇപ്പൊ അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എലോറിയെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഇന്ത്യയിൽ ഈ കോഴ്സ് ചെയ്യുന്നത് ഞങ്ങൾ മാത്രമാണ്. ഈ കോഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്തതും അതേപോലെ യൂണിവേഴ്സിറ്റി ആയിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ പിന്നെ മൾട്ടിനാഷണൽ കമ്പനികളും ഹോസ്പിറ്റലുകളായിട്ട് ടൈപ്പ് ഒക്കെ ചെയ്തതും ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എലോറിയെ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. പിന്നെ പാസ്പോർട്ട് തരണം, പാസ്പോർട്ടിന്റെ കോപ്പി വേണം, അവരുടെ +2 പാസ്സായ ഡോക്യുമെന്റ് തരണം. അങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, യൂണിവേഴ്സിറ്റിയിലെ ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂ പാസ്സാവണം. ഇപ്പോൾ ഒന്നാമത്തെ ടേക്കിൽ പാസ്സായില്ലെങ്കിൽ തന്നെ ഉടനെ ആ വീക്കിൽ തന്നെ വേറൊരു ഇന്റർവ്യൂ തരപ്പെടുത്തി കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും. ഏതായാലും ഒരു ആവറേജ് സ്റ്റുഡൻസിന് അത് പാസ്സായി എടുക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ബാക്കി വിസ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ മുഴുവനായും എലോറിയ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആ പേരൻസോ കുട്ടികളോ ആവശ്യപ്പെട്ട ഡോക്യുമെന്റ്സ് തരിക എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യത്തിനും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ സ്വന്തം കുട്ടികളെ ചെയ്യുന്ന അതേ രൂപത്തിനെയാണ് ഈ ഞങ്ങളോട് ജോയിൻ ചെയ്യുന്ന കുട്ടികളെ ഞങ്ങളുടെ സ്വന്തം കുട്ടികൾ തന്നെയാണ് ആ രൂപത്തിൽ ഞങ്ങൾ ചെയ്യും. അപ്പൊ ഒരു കുട്ടിയെ സാറിന് അങ്ങോട്ട് ഏൽപ്പിച്ചു തന്നാൽ മതി, ലൈഫ് സെറ്റ് ആക്കി കൊടുക്കുന്നാണ് പറയുന്നത്. 100% ഷുവർ ആണ്. എത്ര ഇൻടേക്സ് ഉണ്ട് സാധാരണ? ജനുവരി സെപ്റ്റംബർ അല്ലേ സാധാരണ എല്ലാ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ? എല്ലാ വർഷമുള്ള ഇൻടേക്സ് ആയിട്ട് വരുന്നത് ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു ഇൻടേക്ക് വരുന്നത് പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ഓക്കെ. അതിനുശേഷം പിന്നെ ഏപ്രിൽ മാസത്തിൽ വേറൊരു ഇൻടേക്ക് ഉണ്ട്. പക്ഷെ അതിനിടയിൽ നമുക്ക് ഞങ്ങൾ തന്നെ ചെയ്ത കോഴ്സ് ആയതുകൊണ്ട് ഒരു നിശ്ചിത നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ ഏതെങ്കിലും മാസങ്ങൾ, ഇപ്പൊ ജനുവരിയിലോ അല്ലെങ്കിൽ മറ്റു മാസങ്ങളിലോ നമുക്കൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. യൂണിവേഴ്സിറ്റി അങ്ങനെ അഗ്രി ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ്? ജോർജിയയിലെ കാലാവസ്ഥ പിന്നെ നല്ല തണുപ്പാണ്. ഒരു 4-5 മാസങ്ങളോളം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അത്ര പ്രയാസം തോന്നാറില്ല. അവര് അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളോടുകൂടി ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡന്റിനെ പറഞ്ഞേക്കുന്ന സമയത്ത് അവിടെയുള്ള ആ കാലാവസ്ഥയൊക്കെ യോജിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ്, ഒരു കിറ്റൊക്കെ കൊടുക്കും, യെലോറിയുടെ ഒരു കിറ്റൊക്കെ കൊടുത്തിട്ടാണ് അവരെ പറഞ്ഞേക്കുന്നത്. പിന്നെ മറ്റുള്ള സമയങ്ങളിലൊക്കെ ഈ 4-5 മാസം അല്ലാത്ത ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള കാലാവസ്ഥയാണ്. ഇങ്ങനെ കുട്ടികൾക്ക് സേഫ് ആണോ അവിടെ? പിന്നെ ലോകത്ത് ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജോർജിയ. ഒരു പ്രശ്നവും ഒരു പിന്നെ കളവോ അല്ലെങ്കിൽ ആക്രമണമോ ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണല്ലോ ജോർജിയ, നമുക്കെല്ലാം അറിയുന്ന പോലെ. ഇപ്പൊ സ്റ്റഡി അബ്രോഡ് എന്നുള്ളൊരു ചിന്ത സാറിന് വരാൻ കാരണം എന്താണ്? ഞാൻ വർക്ക് അബ്രോഡാണ്. അപ്പൊ 30 വർഷം ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉണ്ടെങ്കിലും ആ 30 വർഷം ഞാൻ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ ഞാൻ സ്ഥാപനം നടത്തിയതോ ഇന്ത്യയിലല്ലല്ലോ. അതില് ഭൂരിഭാഗവും ഖത്തറിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എഡ്യൂക്കേഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്തതൊക്കെ ഖത്തറിൽ തന്നെയാണ്. അപ്പൊ അതിനിടയിൽ ഞാൻ എൻ്റെ കാര്യം തന്നെ ആലോചിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു അഭിവൃദ്ധി വന്നത് അല്ലെങ്കിൽ എൻ്റെ കുടുംബം കൂടുതലായിട്ട് നല്ലൊരു ക്വാളിറ്റി ലൈഫിലേക്ക് മാറിയത്, അങ്ങനെ നമുക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റിയത് ഒക്കെ ഞാൻ എൻ്റെ ലൊക്കേഷൻ മാറിയപ്പോഴാണ് അല്ലേ. പുറത്തൊക്കെ പോയി നമ്മുടെ പെർസെപ്ഷനൊക്കെ മാറി, പുറത്ത് മറ്റു രാജ്യങ്ങളെ പറ്റിയുള്ള അറിവുകളൊക്കെ പല രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ടും അവിടെയുള്ള എഡ്യൂക്കേഷൻ രീതികളുമായിട്ടൊക്കെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 12 ലക്ഷത്തോളം ആളുകളാണ് IIT-യിൽ കയറാൻ വേണ്ടി എക്സാം എഴുതുന്നത്. അതില് 10,000-11,000 ആളുകൾക്കാണ് IIT-യിൽ കിട്ടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം IIT ഭയങ്കരമായ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ ഞാൻ വിദേശത്തൊക്കെ പോയി മറ്റ് യൂണിവേഴ്സിറ്റികളെ പറ്റിയൊക്കെ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ലോകത്തെ യൂണിവേഴ്സിറ്റികൾ നോക്കുമ്പോൾ അതിൽ ആദ്യത്തെ 100-ൽ പോലും നമ്മുടെ IIT-യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നില്ല അല്ലേ. അപ്പോൾ ലോകത്ത് മറ്റ് പല രാജ്യങ്ങളിലും നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെന്നും നമ്മളെക്കാളും നല്ല കോളേജുകൾ ഉണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ
കൂടുതൽ സ്റ്റുഡൻസ് ഒരു റേസിലായതുകൊണ്ട് അവരിൽ നിന്ന് വിജയിക്കാൻ ചാൻസ് കുറവുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് പിന്നെ താരതമ്യേന നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് മാറുന്നത്. അപ്പോൾ ശരി, അപ്പം സാധാരണ നമുക്ക് എക്സ്പോഷർ കിട്ടാഞ്ഞിട്ടാണ് പണ്ടൊന്നും നമ്മളിങ്ങനെ ഒരു വിദേശ പഠനം എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരുന്നെന്ന് തോന്നിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ ലോകം നമ്മുടെ ഒരു വിരൽ തുമ്പിൽ ഇപ്പൊ എല്ലാം അടുത്താണ്. ഇപ്പൊ ഇവിടെ പഠിക്കുന്നതിനെക്കാട്ടിലും എത്രത്തോളം നല്ലതാണ് അവിടെ എന്നുള്ളൊരു ചിന്തയും കുട്ടികളിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഒരു അതെ അതെ, കുട്ടികളിൽ നിന്നാണ് ആദ്യം വരുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോ എത്ര കള്ളം പറഞ്ഞാലും അവർക്ക് ആ നിമിഷം ആ കള്ളം പൊളിക്കാൻ പറ്റും. അല്ല, ഇവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നല്ല ഫെസിലിറ്റി ഇന്നേ സ്ഥലത്ത് കിട്ടും. അപ്പൊ നമ്മൾ അവിടെ ചെലവ് കൂടുതലാന്ന് പറയും, ഇവിടെ ഉള്ള ചെലവിനേക്കാൾ കുറവാണ് അവിടെ ചെലവ്. ഇതൊക്കെ അവർക്ക് അവരുടെ വിരൽത്തുമ്പിൽ അവർക്ക് കിട്ടും. അത് മാത്രമല്ല, പിന്നെ ഒരു പാരന്റിന്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത വർഷം തന്റെ കുട്ടിക്ക് വേണ്ടി ഒരു നിശ്ചിത സംഖ്യ ചെലവഴിക്കുന്നു. എന്നിട്ട് അതിനുശേഷം എന്ത്, ഇവിടെ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു ഒരാൾക്ക് ചിലപ്പോൾ നല്ല ഒരു കഴിവുള്ള ഒരാളാണെങ്കിൽ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റിൽ കൂടി മാസം 50,000, 60,000, 1,00,000 വരെയൊക്കെ സാലറി കിട്ടിയേക്കാം. പക്ഷെ അതിന്റെ 10 മടങ്ങ് ആണല്ലോ വിദേശത്ത് പഠിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ അതൊക്കെ കുട്ടികളും പാരന്റ്സും അത് റിസർച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിലേക്ക് വഴി കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു നോബിൾ കാര്യമാണല്ലോ. ആ രൂപത്തിലാണ് ഈ രംഗത്ത് വന്നെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു പാരന്റ്സിനെക്കാളും കുട്ടികൾക്കാണ് കുറച്ചും കൂടെ അവരെല്ലാം തുടങ്ങുന്നത് എന്നുള്ള കാര്യം ശരിയാണ്. പിന്നീട് പാരന്റ്സ് അതിനെപ്പറ്റി റിസർച്ച് നടത്തുന്നു. അവര് പല പേരൻസും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയ പോലും ഇല്ല എന്റെ മകൾ അല്ലെങ്കിൽ മകൻ ഈ കാര്യങ്ങളൊക്കെ റിസർച്ച് നടത്തി ഏതാണ് ഏറ്റവും നല്ലത്, എവിടെ പോകണം എന്നൊക്കെ അവൻ തീരുമാനിച്ചു, അവൾ തീരുമാനിച്ചു എന്നൊക്കെ എന്നോട് പലരും സംസാരിച്ചിട്ടുണ്ട്. ഈ അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട്, ഖത്തറിലുള്ള ഫ്രണ്ടാണ്, പിന്നെ അദ്ദേഹത്തിന്റെ മകൾക്ക് MBBS പഠിക്കാൻ വേണ്ടി, മെഡിക്കൽ പഠിക്കാൻ വേണ്ടിയിട്ട് ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് മെഡിക്കൽ പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടി. ഇത് കിട്ടിയ ശേഷമാണ് അദ്ദേഹം അറിയുന്നത് അവിടെ ഇപ്പോ ഈ സ്കോളർഷിപ്പ് ഇല്ലാതെ പഠിക്കുകയാണെങ്കിൽ കോടികൾ ചെലവ് വരും. അപ്പൊ ആ കോടികൾ മകൾ ലാഭിച്ച് കൊടുത്ത ശേഷമാണ് അറിയുന്നത്. അപ്പൊ അതിനിടയിൽ നോക്കുമ്പോൾ പിന്നെ ആ മകൾ പറയുകയാണത്ര, ഞാൻ ഇതിനു വേണ്ടിയുള്ള എൻ്റെ പ്രൊഫൈൽ ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് പിന്നെ ഹമദ് ഹോസ്പിറ്റൽ, ഇപ്പോൾ ഖത്തറിലെ ഹമദ് ഹോസ്പിറ്റലിൽ ഒരു ഹൃദയ ശസ്ത്രക്രിയ ഒരു ഡോക്ടർ നടത്തുന്ന സമയത്ത് ഞാൻ അതിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒബ്സർവറായിട്ട് ഞാൻ അവിടെ പോയി നിന്നിട്ടുണ്ടെന്നൊക്കെ മകൾ പറയുമ്പോഴാണ് ഈ അച്ഛൻ അറിയുന്നത്. അപ്പൊ ഇത് നേരത്തെ പ്രൊഫസർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു പുതിയ ഗഫൂർ കദോസ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പണ്ട് ദാസനെ വിജയനെ ദുബായ് കടപ്പുറ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലേക്ക് കയറ്റി വിട്ടതുപോലെ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര സ്മാർട്ടാണ്. അപ്പൊ അവർക്ക് നമ്മളെക്കാട്ടിലും കൂടുതലായിട്ട് ആ സ്ഥലങ്ങളും യൂണിവേഴ്സിറ്റിയും അവിടുത്തെ ഏരിയ ഒക്കെ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കോഴ്സുകളും അവിടുത്തെ ഫെസിലിറ്റീസും തന്നെ ആയിരിക്കും എല്ലാവരും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ വാസ്തവമാണ് അല്ലേ? പ്രൊഫസർ പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മളിപ്പോ പിന്നെ ഒരു കുട്ടിയോട് ഇന്ന യൂണിവേഴ്സിറ്റിയാണ് നല്ലത് എന്ന് കളവ് പറഞ്ഞിട്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. അവരോടനെ തന്നെ ഗൂഗിളിൽ നല്ല സെർച്ച് ചെയ്ത് റാങ്കിങ്ങും എല്ലാം നോക്കി അതെ അതിന്റെ എല്ലാ വശവും പരിശോധിച്ചിട്ട് മാത്രമേ അവര് തീരുമാനം എടുക്കൂ. അതോട് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം തന്നെ അവരോട് നല്ലത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അതെ, അപ്പൊ ഇത് വളരെ നല്ലൊരു പാക്കേജ് ആയിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്, ജോർജിയ ജർമ്മനി. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്കും വളരെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെയാണെന്ന് തോന്നുന്നത് അല്ലേ? ഇനിയും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസുമായിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.